നേഴ്സുമാരെ ചുറ്റും നിൽക്കുന്നത് എന്തിനെന്ന് അറിഞ്ഞോളൂ, ഒരു കാര്യം അറിഞ്ഞോളൂ അവർക്ക്. അവർ ആ മിഷൻ പോലും പ്രവർത്തിക്കുന്നില്ല. ആ ഓക്സിജൻ മാസ്ക് എടുത്ത് അവർ ആൾ പോയതിന് ശേഷം എടുത്ത് മൂക്കിൽ വയ്ക്കുന്നത്. മരുന്നെടുത്തിട്ട് ഇങ്ങനെ വിറയ്ക്കണം കൈ. ഞാൻ തൊട്ടടുത്ത് നിന്ന് കണ്ടോ ഇങ്ങനെ വിറയ്ക്കണം. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിക്ക് മുൻപിലാണ് KSEB താൽക്കാലിക ജീവനക്കാരുടെ വലിയ പ്രതിഷേധം നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് താൽക്കാലിക ജീവനക്കാരനായ സന്തോഷ് കുമാർ ഈ ആശുപത്രിക്ക് 100 മീറ്റർ മാത്രം ദൂരത്ത് വെച്ചിട്ട് ക്ഷീണിതനായി വീഴുകയും തുടർന്ന് പാറശാല താലൂക്ക് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് എത്തിക്കുകയുമായിരുന്നു. അതേ സമയത്ത് ഇവിടെ ഡോക്ടർമാരോ അല്ലെങ്കിൽ ചികിത്സ നൽകാൻ ജീവനക്കാരടക്കം ഇല്ലായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളും അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള KSEB താൽക്കാലിക ജീവനക്കാരും പറഞ്ഞത്. 40 വയസ്സുള്ള സന്തോഷ് കുമാർ അമ്പൂരി സ്വദേശിയാണ്. കഴിഞ്ഞ കുറേയേറെ തവണയായി ആശുപത്രിക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നു വന്ന ഒരു ആശുപത്രി കൂടിയാണെന്നുള്ളതാണ്. 2021 ആധുനിക ആശുപത്രി സമുച്ചയമായി പുതുതായി പണി കഴിപ്പിച്ച കെട്ടിടമാണ്. ഇവിടെ ഇത്തരത്തിൽ നിരവധി പ്രതിഷേധങ്ങൾ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴായി നടന്നിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഈ രോഗിയെ കൊണ്ടുവരുന്ന സമയത്ത് പോലും ആവശ്യത്തിന് ജീവനക്കാരോ അല്ലെങ്കിൽ ചികിത്സ നൽകാൻ ജീവനക്കാരില്ലായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളും അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇവിടെ കൂടിയിരിക്കുന്ന താൽക്കാലിക ജീവനക്കാരും പറയുന്നത്. ചേട്ടാ, എന്താ സംഭവിച്ചത്? നമ്മളെ ഒരാൾ പുള്ളി കുഴഞ്ഞു വീണിട്ട് ഇവിടെ നമ്മൾ 2 മിനിറ്റ് പോലായി ഇവിടെ എത്തിച്ചു. ഇവിടെ എത്തിച്ചിട്ട് ഇവിടെ ഒറ്റ ലൈറ്റില്ല. നമ്മൾ എന്നാലും അങ്ങ് അകത്തിപ്പോൾ നേഴ്സുമാർ കിടന്ന് ഉറക്കമാണ്. നമ്മൾ അവിടെ കൊണ്ട് കിടത്തിയിട്ട് ഡോക്ടർ ഓടിയെന്ന് ഒരു CPR കൊടുക്കണമെങ്കിൽ ഡോക്ടർ, ഓക്സിജൻ കൊടുക്കണമെങ്കിൽ ഡോക്ടർ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെങ്കിൽ ഡോക്ടർ. നേഴ്സുമാരെ ചുറ്റും നിൽക്കുന്നത് എന്തിനെന്ന് അറിഞ്ഞോളൂ, ഒരു കാര്യം അറിഞ്ഞോളൂ അവർക്ക്. അവർ ആ മിഷൻ പോലും പ്രവർത്തിക്കുന്നില്ല. ആ ഓക്സിജൻ മാസ്ക് എടുത്ത് അവർ ആൾ പോയതിന് ശേഷം എടുത്ത് മൂക്കിൽ വയ്ക്കുന്നത്. ഇപ്പോൾ അതെടുത്ത് മാറ്റി പോലീസുകാർക്ക് വിളിച്ച് ഞാൻ ആ സാധനം എടുത്ത് വെച്ച് പിന്നീടാണ് നേരെ കൊടുത്തില്ലെന്ന് കാണിച്ചപ്പോഴേക്കും ആ സാധനം അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത് അവർ. രണ്ടാമത്തെ വേറെ ഏതൊരു സാധനം എടുത്തുകൊണ്ടുവന്ന് അത് കൊണ്ടുവന്നിട്ടപ്പോൾ തന്നെ അവർ ആ കട്ടിലിൽ തന്നെ സെറ്റിംഗ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർ വേറൊരു സിലിണ്ടർ കുറ്റി കൊണ്ടുവന്നിട്ടാണ് അതിൽ കണക്ട് ചെയ്ത് ഇവർക്ക് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ആ കട്ടിൽ തന്നെ ഉണ്ടെന്നെങ്കിൽ അവർ മാറ്റിയത്? ആ സാധനം അവരിപ്പോൾ മാറ്റി. അവർ ഇതിൽ ഒരു ഉത്തരവാദിത്തം പറയാതെ നമ്മളിവിടുന്ന് പോകില്ല. ഇനി കൂടെ ഉണ്ടായിരുന്നു വന്ന സമയത്ത്? ഞാൻ കൂടെ ഉണ്ടായിരുന്നതാണ്. പുള്ളി തലയിറങ്ങി വീഴുന്ന അപ്പോഴും തൊട്ട് ഞങ്ങൾ CPR കൊടുത്തുകൊണ്ടാണ് വന്നത്. ഇത് ആ വണ്ടിയിൽ കൊണ്ടുവന്നപ്പോൾ പോലും നമ്മൾ CPR, അത് ഇവിടെ വരുന്നവരെയും പുള്ളിക്ക് ഒരു ഇതുണ്ട്. പക്ഷേ അവരിപ്പോൾ പറയുന്നത് നമ്മളിവിടെ കൊണ്ടുവന്നപ്പോഴേ പുള്ളി പോയെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഈ പറയുന്ന ഡോക്ടർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ ഡോക്ടർമാരും നേഴ്സുമാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. എന്ന് വെച്ചാൽ ഡോക്ടർ പറയുന്നത് ഇവർ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഡോക്ടർ CPR കൊടുക്കണം. CPR എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. ഒരാൾ മാറുമ്പോൾ അടുത്ത ആൾ ചെയ്യാനുള്ളതാണ്. പക്ഷേ ഡോക്ടർ തന്നെ ഇത് കൊടുക്കണം. അടുത്ത് മെഷീൻ കണക്ട് ചെയ്യണമെങ്കിൽ അവർ പണി. കാരണം 3 നേഴ്സുമാർ കൂടെയുണ്ട്, അവർക്ക് ഇതൊന്നും അറിയത്തില്ല. അതുപോലെ ഇവിടെ ഇരിക്കുന്ന മെഷീനൊക്കെ വർക്ക് ചെയ്യുന്നതാണോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. നേഴ്സിൻ്റെ അടുത്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ മരുന്നെടുത്തിട്ട് ഇങ്ങനെ വിറയ്ക്കണം കൈ. ഞാൻ തൊട്ടടുത്ത് നിന്ന് കണ്ടോ ഇങ്ങനെ വിറയ്ക്കണം. ഞങ്ങൾ ഉടനെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ആംബുലൻസിന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഈ ലൊക്കാലിറ്റിയിൽ ആംബുലൻസ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഇവർ പറയുന്നു ആൾ പോയി എന്ന്. ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റിലേ കറക്റ്റായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇതുവരെ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ കുഴപ്പമില്ല, ജീവൻ ഉണ്ടായിരുന്ന ഒരാൾ. ഈ മെഷീനൊക്കെ നോക്കി നോക്ക്, എല്ലാം വയറെല്ലാം കട്ടായിട്ടുള്ള ഒരു സാധനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നിങ്ങളിപ്പോൾ ലൈവിൽ നോക്കിയാൽ കാണാൻ പറ്റും. അത് പോലീസുകാർക്ക് ലൈവായിട്ട് കാണിച്ചു കൊടുത്തു. ആ ഓക്സിജൻ്റെ സാധനം അത് മാറ്റിയതാണെന്ന് നേഴ്സിനെ നിർത്തി ചോദിച്ചപ്പോഴേ അവർ കൂടെ മുങ്ങി അവിടെ നിന്ന്. അടുത്ത ചികിത്സാ നിഷേധമാണ് നടന്നതെന്നുള്ളതാണ്. KSEB താൽക്കാലിക ജീവനക്കാരാണ് സന്തോഷ് കുമാറിനെ ആദ്യഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ആ സമയത്ത് തന്നെ ഇപ്പോൾ ചികിത്സാ നിഷേധം ഉണ്ടായിട്ടുണ്ട്. സമയം വൈകിയാണ് ചികിത്സ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിലവിൽ ഇപ്പോൾ ഈ KSEB താൽക്കാലിക ജീവനക്കാർ പറയുന്നത്. എന്തായാലും പ്രതിഷേധവുമായി തന്നെ KSEB താൽക്കാലിക ജീവനക്കാരും അതേപോലെ സന്തോഷ് കുമാറിൻ്റെ സഹപ്രവർത്തകരടക്കമുള്ള ആളുകളും ഇപ്പോൾ പാറശാല താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ, നമ്മൾ ഈ കാണുന്ന ആശുപത്രി ഇത് 2021 ആധുനിക ആശുപത്രി സമുച്ചയമായി ഉയർത്തപ്പെട്ട പുതിയ കെട്ടിടമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ചികിത്സാ നിഷേധമുണ്ടായി. തുടർന്ന് ഇപ്പോൾ നിലവിൽ പ്രവർത്തകരടക്കം താൽക്കാലിക ജീവനക്കാരടക്കം പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്.